MoneyBEE ഡയറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് ഉപയോഗിച്ച് എങ്ങനെ സ്റ്റോക്ക് തിരഞ്ഞെടുക്കാം എന്ന് മനസ്സിലാക്കി. ഇന്ന് സ്റ്റോക്ക് തിരഞ്ഞെടുക്കാൻ ടെക്നിക്കൽ അനാലിസിസ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ടെക്നിക്കൽ അനാലിസിസ് ഫണ്ടമെൻ്റൽ അനാലിസിസിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിച്ച് ഓഹരി തിരഞ്ഞെടുക്കുമ്പോൾ ഓഹരിയുടെ വിലയിലും മൂവ്മെൻറ്റ്സിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭാവിയിലെ ഓഹരി മാർക്കറ്റിൻ്റെ നീക്കങ്ങൾ സൂചിപ്പിക്കുന്ന രീതിയിൽ ഓഹരിയുടെ ട്രെൻഡ്സും പാറ്റേൺസും അടങ്ങിയ അതിവിപുലമായ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ തിരഞ്ഞെടുക്കുന്ന ടെക്നിക്കൽ സ്ട്രാറ്റജി ഓരോരുത്തരുടെയും ട്രേഡിംഗ് ശൈലിയും അനുസരിച്ചായിരിക്കും. ഇനി നമുക്ക് ഏതാനും ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിനെ പരിചയപ്പെടാം. ആദ്യമായി മൂവിംഗ് ആവറേജ്. ഹ്രസ്വകാല വിലക്കയറ്റങ്ങൾ കണക്കിലെടുക്കാതെ തന്നെ പ്രൈസ് ട്രെൻഡിൻ്റെ ദിശ മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കുന്നു. എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് ഓഹരി വിപണിയിലെ കാര്യമായ നീക്കങ്ങളും അവയുടെ നിയമസാധ്യതകളും അറിയാൻ സഹായിക്കുന്നു. സ്റ്റൊക്കാസ്റ്റിക് ഓസിലേറ്റർ ക്ലോസിംഗ് പ്രൈസും നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിലയുടെ റേഞ്ചും കമ്പയർ ചെയ്ത് മൂല്യത്തിൻ്റെ ബലവും ആക്കവും വ്യക്തമാക്കുന്നു. മൂവിംഗ് ആവറേജ് കൺവേർജൻസ് രണ്ട് മൂവിംഗ് ആവറേജസ് കമ്പയർ ചെയ്ത് നീക്കവ്യതിയാനങ്ങൾ നിർണ്ണയിക്കുന്നു. കൂടാതെ സപ്പോർട്ട് റെസിസ്റ്റൻസ് പരിധിക്കുള്ളിൽ ഓഹരികൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും അവസരമുണ്ടാക്കുന്നു. ബോളിഞ്ചർ ബാൻഡ്സ് ദീർഘകാല മൂല്യ വ്യതിയാനങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനും സാധാരണ പരിധിക്ക് പുറത്ത് ട്രേഡിംഗ് നടക്കുന്ന അവസരങ്ങൾ മനസ്സിലാക്കുന്നതിനും ഉപയോഗിക്കുന്നു. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് കമ്പോള നിരക്കുകളും വിപണന സാധ്യതയും മനസ്സിലാക്കുന്നതിനും അപകടകരമായ നീക്കങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനും സഹായിക്കുന്നു. ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് നിലവിലുള്ള ട്രെൻഡിന് വിപരീതമായി കമ്പോളം എത്രമാത്രം ചലിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. ഇച്ചിമോക്കു ക്ലൗഡ് സപ്പോർട്ട് റെസിസ്റ്റൻസ് പരിധികൾ നിർണ്ണയിക്കുകയും വിലയുടെ ഏറ്റക്കുറച്ചിലുകൾ എസ്റ്റിമേറ്റ് ചെയ്ത് തീരുമാനമെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിലയുടെ ഏറ്റക്കുറച്ചിലുകൾ കണക്കിലെടുത്ത് ഭാവിയിൽ അസ്ഥിരത വിലയെ എത്ര സ്വാധീനിക്കുമെന്ന് ഉറപ്പുതരുന്നു. ആവറേജ് ഡയറക്ഷണൽ ഇൻഡെക്സ് വിലയുടെ ട്രെൻഡ് മുകളിലേക്കോ താഴേക്കോ തുടരാൻ സാധ്യതയെന്ന് വിവരിക്കുന്നു. ഫണ്ടമെൻ്റൽ അനാലിസിസ് ടെക്നിക്കൽ അനാലിസിസ് ഏതാണ് മെച്ചം? ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ട്രേഡ് ചെയ്യുന്നതിനുമുള്ള ഓഹരികൾ തിരഞ്ഞെടുക്കുന്നതിൽ രണ്ടിനും പ്രാധാന്യമുണ്ട്. രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുള്ളതിനാൽ ഒന്നും മറ്റേതിനേക്കാൾ മെച്ചം എന്ന് പറയാനാവില്ല. ചില ദീർഘകാല പൊസിഷൻ ട്രേഡേഴ്സും നിക്ഷേപകരും ഫണ്ടമെൻ്റൽ അനാലിസിസും ചില ഹ്രസ്വകാല ട്രേഡേഴ്സ് ടെക്നിക്കൽ അനാലിസിസും ഉപയോഗിക്കുന്നു. എന്നാൽ രണ്ടും പ്രയോഗിക്കുക എന്നത് യാതൊരു പ്രധാനപ്പെട്ട വിവരവും അറിയാൻ വിട്ടുപോയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുന്നു. ട്രേഡിങ്ങിനെ സംബന്ധിച്ചുള്ള ഈ എപ്പിസോഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.